സ്റ്റുഡൻസ്, സ്റ്റഡിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു പുതിയ ചാപ്റ്ററാണ് കേട്ടോ നോക്കാൻ പോകുന്നത്. +1 ഇംഗ്ലീഷിലെ യൂണിറ്റ് ഫസ്റ്റിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഐ വിൽ ഫ്ലൈ എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇറ്റ് ഈസ് എ സ്പീച്ച് ബൈ ഡോക്ടർ APJ അബ്ദുൽ കലാം. ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ തരുന്ന ഒരു സ്പീച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ബിഫോർ മൂവിങ് ടു ദി സ്പീച്ച്, ലെറ്റ്സ് ഡിസ്കസ്, റീഡ് ആൻഡ് റിഫ്ലക്റ്റ്. Let's examine what Dr. APJ Abdul Kalam has to tell us about being successful and unique. നമുക്ക് പരിശോധിക്കാം എന്താണ് ഡോക്ടർ APJ അബ്ദുൽ കലാമിന് നമ്മളോട് പറയാനുള്ളത്. എബൌട്ട് എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? സക്സസ്ഫുൾ, വിജയത്തിനെക്കുറിച്ചും അതുപോലെ തന്നെ യുണീക്ക്. യുണീക്ക് എന്ന് വെച്ചാൽ സമാനതകളില്ലാത്തതിനാണ് യുണീക്ക് എന്നുള്ള ടേം യൂസ് ചെയ്യുക, ഡിഫറെൻ്റ് ആയിട്ടുള്ളതിന്. ഓക്കെ, അപ്പോൾ യുണീക്കിനെ കുറിച്ചും സക്സസ്ഫുള്ളിനെ കുറിച്ചും എന്താണ് ഡോക്ടർ APJ അബ്ദുൽ കലാമിന് നമ്മളോട് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം ഈ സ്പീച്ചിലൂടെ. ഐ വിൽ ഫ്ലൈ എന്നാണ് ടൈറ്റിൽ, ബൈ ഡോക്ടർ APJ അബ്ദുൽ കലാം. വെൻ ഐ വിഷ് അപ്പോൺ എ സ്റ്റാർ, മേക്ക് നോ ഡിഫറൻസ് ഹൂ ഐ ആം. എനിത്തിങ് മൈ ഹാർട്ട് ഡിസയേഴ്സ് വിൽ കം ടു മീ. അപ്പോൾ എന്താ പറയുന്നത്? വെൻ ഐ വിഷ് അപ്പോൺ എ സ്റ്റാർ, ഞാൻ ഏറ്റവും മുകളിലുള്ള സ്റ്റാറിനെ വിഷ് ചെയ്യുമ്പോൾ, ആഗ്രഹിക്കുമ്പോൾ, അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഏറ്റവും ഉയരങ്ങളിലോട്ട് എത്താൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുമ്പോൾ. മേക്ക് നോ ഡിഫറൻസ് ഹൂ ഐ ആം, ഞാൻ ആരാണ് എന്നുള്ള ഡിഫറൻസ് അവിടെ ഇല്ല. ഞാൻ ആരാണ്, എന്താണ് എന്നുള്ള ഡിഫറൻസ് അവിടെ ഇല്ല. എനിത്തിങ് മൈ ഹാർട്ട് ഡിസയേഴ്സ്, എൻ്റെ ഹൃദയം ഡിസൈഡ് ചെയ്യുന്ന, ആഗ്രഹിക്കുന്നത് എന്താണോ അതെന്നിൽ വന്ന് ചേരും. അതായത് നമ്മൾ ഉയരങ്ങളിലോട്ട് ആഗ്രഹിക്കുമ്പോൾ ഞാൻ ആരാണ് എന്നുള്ള ഒരു ഡിഫറൻസ് അവിടെ ഇല്ല. ഞാൻ ആരും ആവട്ടെ, പക്ഷെ എൻ്റെ ഹൃദയം അതിനാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ എത്തിച്ചേരുക തന്നെ ചെയ്യും. ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള വേർഡ്സ് അല്ലേ, ഒരു മോട്ടിവേഷൻ തരുന്ന വേർഡ്സ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളുടെ സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. Dear friends, I realize how the contributions of the youth in the past have continuously contributed to the world of today in many fields. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ് എന്നുള്ള സല്യൂട്ടേഷൻ വെച്ചിട്ടാണ് നമ്മളുടെ സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് APJ അബ്ദുൽ കലാം. ഐ റിയലൈസ്, ഞാൻ തിരിച്ചറിയുന്നു, ഹൗ ദി കോൺട്രിബ്യൂഷൻ, എങ്ങനെ സംഭാവന, ഓഫ് ദി കോൺട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ സംഭാവന കേട്ടോ, ഓഫ് ദി യൂത്ത്, യുവത്വത്തിൻ്റെ സംഭാവന എന്ന് പറയുന്നത്. ഇൻ ദി പാസ്റ്റ്, മുൻകാലഘട്ടത്തിൽ. ഓക്കെ, കണ്ടിന്യൂസ്ലി കോൺട്രിബ്യൂട്ടഡ് എന്ന് വെച്ചാൽ തുടർച്ചയായിട്ടുള്ള സംഭാവന എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഫുള്ളായിട്ട് വരുന്ന മീനിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ, പണ്ട് കാലഘട്ടത്തിലുള്ള യുവത്വം ചെയ്തിട്ടുള്ള കുറേ സംഭാവന എങ്ങനെയാണ് ഇന്നത്തെ ലോകത്തെ പല മേഖലകളിലും അതിൻ്റെ ഒരു നിലനിൽപ്പ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറയുന്നത്. അതായത് അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എത്രത്തോളം നമുക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് കേട്ടോ. ഐ വുഡ് ലൈക്ക് ടു അസേർട്ട് ദാറ്റ് നോ യൂത്ത് ടുഡേ നീഡ്സ് ടു ഫിയർ അബൌട്ട് ദി ഫ്യൂച്ചർ. അസേർട്ട് എന്നുള്ള ടേമിൻ്റെ മീനിങ് ഉറപ്പാക്കുക എന്നാണ് കേട്ടോ. ഐ വുഡ് ലൈക്ക് ടു അസേർട്ട്, എനിക്ക് ഉറപ്പ് നൽകാൻ കഴിയും. നോ യൂത്ത്, ഒരു യുവത്വവും, ഇന്നത്തെ ഒരു യുവത്വവും, നീഡ്സ് ടു ഫിയർ അബൌട്ട് ദി ഫ്യൂച്ചർ, ഭാവിയെക്കുറിച്ച് ആലോചിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ APJ അബ്ദുൽ കലാം പറയാണ്, ഇന്നത്തെ തലമുറ ഒരിക്കലും ഭാവിയെക്കുറിച്ച് ആലോചിച്ച് വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ ഉറപ്പുവരുത്തുന്നു എന്നുള്ള രീതിയിൽ പറയണം കേട്ടോ. വൈ, എന്തുകൊണ്ട്? ദ ഇഗ്നിറ്റഡ് മൈൻഡ് ഓഫ് ദി യൂത്ത് ഈസ് ദി മോസ്റ്റ് പവർഫുൾ റിസോഴ്സ് ഓൺ ദി എർത്ത്, അണ്ടർ ദി എർത്ത് ആൻഡ് എബവ് ദി എർത്ത്. ദ ഇഗ്നിറ്റഡ് മൈൻഡ്, ഇഗ്നിറ്റഡ് എന്നുള്ള ടേമിൻ്റെ മീനിങ് ജ്വലിക്കുന്ന. ഇഗ്നൈറ്റഡ് മൈൻഡ് എന്ന് വെച്ചാൽ ജ്വലിക്കുന്ന മനസ്സുള്ള. അപ്പോൾ എന്താ പറയുന്നത്? ജ്വലിക്കുന്ന മനസ്സുള്ള യുവത്വമാണ് നമ്മളുടെ ഭൂമിയിലെ ഏറ്റവും വലിയ പവർഫുൾ ആയിട്ടുള്ള റിസോഴ്സ് എന്ന് പറയാണ്. അതുപോലെ തന്നെ ഭൂമിക്ക് മുകളിലും ഭൂമിക്ക് താഴെയും ഒക്കെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള റിസോഴ്സസ് ആണ് ജ്വലിക്കുന്ന മനസ്സുള്ള യുവത്വം എന്നുള്ളത്. ഡിയർ യങ് ഫ്രണ്ട്സ്, ഐ വുഡ് ലൈക്ക് ടു ടോക്ക് ടു യു ഓൺ ദി ടോപ്പിക് ഐ ആം ബോൺ വിത്ത് വിങ്. ഡിയർ യങ് ഫ്രണ്ട്സ്, പ്രിയ യുവ സുഹൃത്തുക്കളെ, ഐ വുഡ് ലൈക്ക് ടു ടോക്ക് ടു യു ഓൺ ദി ടോപ്പിക് ഐ എം ബോൺ വിത്ത് വിങ്സ്. ഇന്ന് എനിക്ക് സംസാരിക്കാൻ നിങ്ങളോട് ഇഷ്ടമുള്ള ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഐ ആം ബോൺ വിത്ത് വിങ്സ്. ഐ ആം ബോൺ വിത്ത് വിങ്സ്, ഞാൻ ചിറകുകളോടെയാണ് ജനിച്ചത്. ലാസ്റ്റ് ഇയർ ഐ വെൻറ്റ് ടു എ വില്ലേജ് ടു ഇനോഗ്രേറ്റ് എ പ്രോഗ്രാം കാൾഡ് സസ്ത്രയാൻ. കഴിഞ്ഞ വർഷത്തെ ഒരു കഥ പറയാൻ കേട്ടോ. കഴിഞ്ഞ വർഷം ഞാൻ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട്, ഒരു പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ഒരു ഗ്രാമത്തിൽ പോയി. ആ പ്രോഗ്രാമിൻ്റെ പേരാണ് സസ്ത്രയാൻ, വിച്ച് മീൻസ് ദ പ്രൊപ്പഗേഷൻ ഓഫ് സയൻസ്.
സസ്ത്രയാൻ എന്നുള്ള ടേമിൻ്റെ മീനിങ് വരുന്നത് പ്രൊപ്പഗേഷൻ ഓഫ് സയൻസ് വിച്ച് മീൻസ് സയൻസിൻ്റെ പ്രചരണം. പ്രൊപ്പഗേഷൻ എന്ന് വെച്ചാൽ പ്രചരണം. The mission of Sastrayan was to ensure the preparation of about 2,000 students from different schools towards making them eligible to be engineers, scientists, doctors, qualified managers and civil servants. Sastrayan എന്നുള്ള ആ ഒരു പ്രോഗ്രാമിൻ്റെ ദൗത്യം, മിഷൻ എന്ന് വെച്ചാൽ ദൗത്യം എന്താണെന്ന് വെച്ചാൽ 2000 കുട്ടികളെ, പല സ്കൂളുകളിലായിട്ടുള്ള 2000-ഓളം വരുന്ന കുട്ടികളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുക. എന്തിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യിക്കുക? ടുവേർഡ്സ് മേക്കിംഗ് ദം എലിജിബിൾ, അവരെ യോഗ്യരാക്കാൻ. എലിജിബിൾ എന്നുള്ള ടേമിൻ്റെ മീനിങ് യോഗ്യത എന്നാണ് കേട്ടോ. എന്തിനു വേണ്ടിയിട്ട്? എൻജിനീയേഴ്സ് ആവാൻ, സയൻറ്റിസ്റ്റ് ആവാൻ, ഡോക്ടേഴ്സ് ആവാൻ, ക്വാളിഫൈഡ് മാനേജേഴ്സ് ആവാൻ, അതുപോലെ സിവിൽ സർവൻസ്, ഈ ഒരു ഏരിയയിലോട്ടൊക്കെ ഫീൽഡിലോട്ടൊക്കെ അവരെ യോഗ്യരാക്കുക എന്നുള്ളൊരു ദൗത്യമായിരുന്നു ഈ സസ്ത്രയാൻ എന്നുള്ള പ്രോഗ്രാമിനുണ്ടായിരുന്നത്. ദിസ് ആക്ഷൻ വുഡ് ഇൻ ടേൺ എംപവർ അബൌട്ട് 2,000 ഫാമിലീസ് ഓഫ് ദി വില്ലേജ്. ഈ ഒരു പ്രോഗ്രാം കൊണ്ട്, അതായത് സസ്ത്രയാൻ എന്നുള്ള ദൗത്യം കൊണ്ട് ഗ്രാമങ്ങളിൽ വരുന്ന 2000-ഓളം കുടുംബങ്ങൾക്ക് ശാക്തീകരണം ലഭിക്കും. കാരണം ആ കുട്ടികളൊക്കെ ഈ ഒരു മേഖലകളിലോട്ട് എത്തിക്കഴിഞ്ഞാൽ അവിടെ എന്തായാലും എംപവർമെൻറ്റ് ഉണ്ടാവുമല്ലോ. അതാണ് ഇവിടെ പറയുന്നത്. മൈ ഇനോഗ്രൽ അഡ്രസ് ടു എ മിക്സ്ഡ് ഓഡിയൻസ് കൺസിസ്റ്റിംഗ് ഓഫ് 5,000 സ്റ്റുഡൻസ് ആൻഡ് ദെയർ ഫാമിലി മെമ്പേഴ്സ് വാസ് ഓൺ ദി ടോപ്പിക് സയൻസ് എംപവേഴ്സ് ദി നേഷൻ. എൻ്റെ ഉദ്ഘാടന പ്രസംഗം ഒരു 5,000 സ്റ്റുഡൻസും അതുപോലെ തന്നെ അവരുടെ ഫാമിലി മെമ്പേഴ്സിനോടുമായിരുന്നു അന്നുണ്ടായിരുന്നത്. അതായിരുന്നു APJ അബ്ദുൽ കലാമിൻ്റെ ഓഡിയൻസ് എന്ന് പറയുന്നത് അന്നത്തെ ആ പ്രോഗ്രാമിൻ്റെ കേട്ടോ. അതിൻ്റെ ടോപ്പിക്ക് സയൻസ് എംപവേഴ്സ് ദി നേഷൻ, സയൻസ് രാജ്യത്തെ ശാക്തീകരിക്കും എന്നുള്ള ടോപ്പിക്കിലായിരുന്നു അന്ന് APJ അബ്ദുൽ കലാം സംസാരിച്ചിരുന്നത്. After my address, 100 of hands were raised for asking questions. എൻ്റെ ആ പ്രസംഗത്തിന് ശേഷം 100ഓളം കൈകൾ ക്വസ്റ്റ്യൻസ് ചോദിക്കണം എന്നുള്ള രീതിയിൽ ഹാൻഡ് റേസ് ചെയ്തിട്ടുണ്ട്. 100ഓളം കുട്ടികൾ അവരുടെ കൈ റേസ് ചെയ്തിട്ടുണ്ട്. ഡ്യൂ ടു ദ ലിമിറ്റഡ് അവൈലബിലിറ്റി ഓഫ് ടൈം, ഐ സെലക്റ്റഡ് 12 സ്റ്റുഡൻസ് അറ്റ് റാൻഡം ഫ്രം ദി ലാസ്റ്റ് റോ ടു ദി ഫസ്റ്റ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. അതിൻ്റെ സമയപരിമിതി കാരണം, അന്നത്തെ ആ ഒരു പ്രോഗ്രാമിൻ്റെ സമയപരിമിതി കാരണം ഞാൻ അതിൽ നിന്ന് 12 കുട്ടികളെ റാൻഡമായിട്ട് സെലക്ട് ചെയ്തു. അത് പിൻ റോയിൽ നിന്ന് മുൻ റോയിൽ വരെ 12 കുട്ടികളെ ഞാൻ റാൻഡമായിട്ട് സെലക്ട് ചെയ്തു എന്ന് പറയുകയാണ് APJ അബ്ദുൽ കലാം. I would like to share with you one question of great concern which was asked by a student. എനിക്ക് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് അതിൽ നിന്ന് ഒരു കുട്ടി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. വൺ ക്വസ്റ്റ്യൻ ഓഫ് ഗ്രേറ്റ് കൺസേൺ, ഒരു വലിയ ആശങ്ക ഉയർത്തിയ ഒരു ക്വസ്റ്റ്യനാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് എന്ന് പറയാണ്. ഗ്രേറ്റ് കൺസേൺ എന്ന് വെച്ചാൽ വലിയ ആശങ്ക. ദ ക്വസ്റ്റ്യൻ വാസ് ഫ്രം എ ടീനേജർ ഹൂ ഹാഡ് കം ഫ്രം എ ഫാർ എവേ വില്ലേജ്. ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഒരു കൗമാരപ്രായത്തിലുള്ള ഒരു സ്റ്റുഡൻ്റ് ആണ് കേട്ടോ. ആ സ്റ്റുഡൻറ്റ് വരുന്നത് ഫ്രം എ ഫാർ എവേ വില്ലേജ്, ഒരു ദൂരെ നിന്നുള്ള ഒരു ഗ്രാമത്തിൽ നിന്നാണ് ആ ഒരു ടീനേജർ വരുന്നത്. ഹി വാസ് നെർവസ് ആൻഡ് എ ടിപ്പിക്കൽ റിപ്രസെൻറ്റേറ്റീവ് ഓഫ് ദി യൂത്ത് ഓഫ് ഇന്ത്യ. ആ കുട്ടി ആ ചോദ്യം ചോദിക്കുമ്പോൾ ഭയങ്കര ഭയന്നിട്ടായിരുന്നു ചോദിക്കുന്നത്. ആൻഡ് എ ടിപ്പിക്കൽ റിപ്രസെൻറ്റേറ്റീവ് എന്ന് വെച്ചാൽ സാധാരണ ഒരു പ്രതിനിധി, റിപ്രസെൻറ്റേറ്റീവ് എന്ന് വെച്ചാൽ പ്രതിനിധി, ടിപ്പിക്കൽ എന്നുള്ള വേർഡിൻ്റെ മീനിങ് സാധാരണ. അപ്പോൾ ഒരു സാധാരണ പ്രതിനിധിയായിരുന്നു. എന്തിൻ്റെ പ്രതിനിധി? യൂത്ത് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ്റെ യുവത്വത്തിൻ്റെ ഒരു സാധാരണ പ്രതിനിധിയാണ് ആ ഒരു ബോയ്. ദ ബോയ് ബിഗെയിൻ സ്പീക്കിംഗ്. സർ, ഐ ഡോണ്ട് നോ വാട്ട് ഐ ഷുഡ് ആസ്ക്. അപ്പോൾ ആ ബോയ് ചോദിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. സർ, ഐ ഡോണ്ട് നോ വാട്ട് ഐ ഷുഡ് ആസ്ക്. എനിക്കറിയില്ല ഞാൻ എന്താണ് ചോദിക്കേണ്ടതെന്ന്. ഐ എം നെർവസ്, എനിക്ക് പേടിയുണ്ട്. ഐ ഹാവ് നോട്ട് ആസ്ക്ഡ് എനി ക്വസ്റ്റ്യൻസ് ഇൻ മൈ ക്ലാസ്. ഞാൻ എൻ്റെ ഒരു ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യനും ഇതുവരെ ചോദിച്ചിട്ടില്ല. ഐ നീഡ് ടു ഹാവ് കോൺഫിഡൻസ് ബട്ട് ഐ ഹാവ് നോട്ട് ഗെയിൻഡ് എനി കോൺഫിഡൻസ് ത്രൂ മൈ എഡ്യൂക്കേഷൻ ഡ്യൂറിങ് ഓൾ ദീസ് ഇയേഴ്സ്. ഐ നീഡ് ടു ഹാവ് കോൺഫിഡൻസ്, എനിക്ക് ആത്മവിശ്വാസം ആവശ്യമുണ്ട്. ബട്ട് ഐ ഹാവ് നോട്ട് ഗെയിൻഡ് എനി കോൺഫിഡൻസ് ത്രൂ മൈ എഡ്യൂക്കേഷൻ ഡ്യൂറിങ് ഓൾ ദീസ് ഇയേഴ്സ്. പക്ഷേ ഞാൻ ഇതുവരെ ഒരു ആത്മവിശ്വാസവും നേടിയിട്ടില്ല. ഗെയിൻഡ് എന്നുള്ള ടേമിൻ്റെ മീനിങ് നേടിയിട്ടില്ല. ത്രൂ മൈ എഡ്യൂക്കേഷൻ ഡ്യൂറിങ് ഓൾ ദീസ് ഇയേഴ്സ്, ഇത്രയും വർഷത്തെ എൻ്റെ വിദ്യാഭ്യാസത്തിലൂടെയൊന്നും ഞാനൊരു ആത്മവിശ്വാസവും
നേടിയിട്ടില്ല എന്ന് പറയണം കേട്ടോ. ഐ എം അഫ്രെയ്ഡ് ടു ടോക്ക് ടു മൈ ടീച്ചേഴ്സ്. ഐ എം അഫ്രെയ്ഡ് ടു ടോക്ക് ടു മൈ ഫ്രണ്ട്സ്. എനിക്ക് എൻ്റെ ടീച്ചേഴ്സിനോട് സംസാരിക്കാൻ പേടിയാണ്. എനിക്ക് എൻ്റെ ഫ്രണ്ട്സുകളോട് സംസാരിക്കാൻ പേടിയാണ്. വെനെവർ ഐ ടോക്ക് ഐ കമ്പയർ മൈസെൽഫ് വിത്ത് അതർ സ്റ്റുഡൻസ് ആൻഡ് ദെയർ എലഗൻറ്റ് ഡ്രസ്. ഞാൻ എപ്പോഴൊക്കെ സംസാരിക്കാൻ ഒരുങ്ങുന്നുവോ അപ്പോഴൊക്കെ ഞാൻ എന്നെ മറ്റ് സ്റ്റുഡൻറ്റുമായിട്ട് കമ്പയർ ചെയ്യും, താരതമ്യം ചെയ്യും. അതുപോലെ തന്നെ ദെയർ എലഗൻറ്റ് ഡ്രസ്, അവരുടെ ആ ഡ്രസ്സിങ്ങിൻ്റെ രീതിയൊക്കെ ഞാൻ താരതമ്യം ചെയ്യാറുണ്ട്. പ്ലീസ് ടെൽ മീ, എന്നോട് പറയൂ. ഐ വോണ്ട് ടു ബിക്കം എ മറൈൻ എഞ്ചിനീയർ. എനിക്കൊരു മറൈൻ എഞ്ചിനീയർ ആവാനാണ് ആഗ്രഹം. ഐ വോണ്ട് ടു ട്രാവൽ ഇൻ ഷിപ്പ്. എനിക്ക് ഷിപ്പിൽ ട്രാവൽ ചെയ്യാൻ ആഗ്രഹമാണ്. ഐ വോണ്ട് ടു ബി ദി ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ്. എനിക്ക് ഷിപ്പിൻ്റെ ക്യാപ്റ്റൻ ആവാൻ ആഗ്രഹമുണ്ട്. ഐ വോണ്ട് ടു ബിൽഡ് ദ എൻജിൻ ഓഫ് ദി ഷിപ്പ്. ഷിപ്പിൻ്റെ എൻജിൻ നിർമ്മിക്കാൻ ആഗ്രഹമുണ്ട്. ഷെൽ ഐ ബി ഏബിൾ ടു ഡു ഓൾ ദീസ് സർ. എനിക്കിതൊക്കെ ചെയ്യാൻ കഴിയുമോ സർ? ഹൗ ക്യാൻ ഐ അച്ചീവ് ദിസ് മിഷൻ. ഞാൻ എങ്ങനെയാണ് ഈ ദൗത്യം അച്ചീവ് ചെയ്യുക, നേടിയെടുക്കുക എന്ന് ചോദിക്കാൻ കേട്ടോ. അച്ചീവ് എന്നുള്ള ടേമിൻ്റെ മീനിങ് നേടിയെടുക്കുക. വാട്ട് ഷുഡ് ഐ ഡു. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? When the boy completed the question, the entire audience and the dignitaries on the dais, including the chief minister, were looking at me, wondering what Kalam was going to say to the sincere question of a young village boy. അപ്പോൾ ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം, ആ ബോയ് ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എല്ലാ ഓഡിയൻസും കലാം സാറിനെ നോക്കുകയാണ് കേട്ടോ. ആൻഡ് ദി ഡിഗ്നിറ്ററീസ് എന്ന് വെച്ചാൽ വിശിഷ്ട വ്യക്തികൾ. ഓക്കെ, ഓൺ ദി ഡേയ്സ് എന്ന് വെച്ചാൽ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളൊക്കെ കലാം സാറിനെ നോക്കുകയാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചതിന് ശേഷം. വോണ്ടറിങ് എന്ന് വെച്ചാൽ ആശ്ചര്യപ്പെടുക. സിൻസിയർ എന്ന് വെച്ചാൽ ആത്മാർത്ഥത. ആ ഒരു ബോയിൻ്റെ ആത്മാർത്ഥത നിറഞ്ഞിട്ടുള്ള ആ ക്വസ്റ്റ്യന് എന്ത് ഉത്തരമാണ് കലാം സാർ കൊടുക്കുക എന്ന് ആലോചിച്ച് അവർ ആശ്ചര്യപ്പെട്ടിരിക്കുകയാണ്. നെക്സ്റ്റ് വൺ. ഐ തോട്ട് ഓഫ് ഇറ്റ് ആൻഡ് ബ്രേക്കിംഗ് ദി സൈലൻസ് ഐ സെഡ്, മൈ ഡിയർ ഫ്രണ്ട്, യു ഹാവ് പുട്ട് ദി മോസ്റ്റ് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ എമംഗ് ദി മെനി ക്വസ്റ്റ്യൻസ് ദാറ്റ് ഐ ഹാവ് റിസീവ്ഡ് ഫ്രം മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് സ്റ്റുഡൻസ് ഹൂ ഐ ഹാവ് മെറ്റ്. അപ്പോൾ കലാം സാർ പറയാണ്, ഞാൻ അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചിട്ട് ആൻഡ് ബ്രേക്കിംഗ് ദി സൈലൻസ്, ആ ഒരു നിശബ്ദത ബ്രേക്ക് ചെയ്തുകൊണ്ട് സർ മറുപടി കൊടുക്കുകയാണ്. മൈ ഡിയർ ഫ്രണ്ട്, എൻ്റെ പ്രിയ സുഹൃത്തെ, യു ഹാവ് പുട്ട് ദി മോസ്റ്റ് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ. നിങ്ങൾ ചോദിച്ചിട്ടുള്ളത് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു മറുപടി പറയാൻ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എമംഗ് ദി മെനി ക്വസ്റ്റ്യൻസ് ദാറ്റ് ഐ ഹാവ് റിസീവ്ഡ് ഫ്രം മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് സ്റ്റുഡൻസ് ഹൂ ഐ ഹാവ് മെറ്റ്. മില്യൺസ് ഓഫ് കുട്ടികൾ എന്നോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനിൽ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് താങ്കൾ ചോദിച്ചിട്ടുള്ളതെന്ന് ആ കുട്ടീനോട് പറയണം കേട്ടോ. ഐ വാല്യൂ യുവർ ക്വസ്റ്റ്യൻ. നിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ വാല്യൂ ചെയ്യുന്നു. ഐ നോ യു ആർ എക്കോയിങ് ദി ഫിയർ ഓഫ് മെനി. പലരുടെയും പേടിയാണ് നീ ഇവിടെ എക്കോ ചെയ്യുന്നത്. എക്കോയിങ് എന്ന് വെച്ചാൽ പ്രതിധ്വനിക്കുന്നത് എന്നാണ് പറയുന്നത്. ലെറ്റ് മീ റിസൈറ്റ് എ ബ്യൂട്ടിഫുൾ ആൻഷ്യൻ പോയം നെയിംഡ് ഐ വിൽ ഫ്ലൈ. ഞാൻ നിനക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പഴയൊരു പോം ചൊല്ലിത്തരട്ടെ. ആ പോത്തിൻ്റെ പേരാണ് ഐ വിൽ ഫ്ലൈ. ഞാൻ ആ പോം അവന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. അവൻ്റെ ഉത്തരം എന്നുള്ള രീതിയിൽ അവന് ആ പോം ചൊല്ലിക്കൊടുക്കണം. I am born with potential. I am born with goodness and trust. I am born with ideas and dreams. I am born with greatness. I am born with confidence. I am born with wings. So I am not meant for crawling. I have wings. I will fly. I will fly and fly. അപ്പോൾ ഇതാണ് ആ പോം. ഐ ആം ബോൺ വിത്ത് പൊട്ടൻഷ്യൽ. ഞാൻ ജനിച്ചപ്പോൾ തന്നെ കഴിവുള്ളവനായിട്ടാണ്. പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ കഴിവുണ്ട്. ഐ ആം ബോൺ വിത്ത് ഗുഡ്നെസ് ആൻഡ് ട്രസ്റ്റ്. ഞാൻ ജനിച്ചപ്പോൾ തന്നെ എന്നിൽ നന്മയുമുണ്ട്, അതുപോലെ തന്നെ വിശ്വാസവുമുണ്ട്. ഗുഡ്നെസ് എന്ന് വെച്ചാൽ നന്മ, ട്രസ്റ്റ് എന്ന് വെച്ചാൽ വിശ്വാസം. ഐ ആം ബോൺ വിത്ത് ഐഡിയാസ് ആൻഡ് ഡ്രീംസ്. ഞാൻ ജനിച്ചപ്പോൾ തന്നെ എന്നിൽ ആശയങ്ങളുണ്ട്, അതുപോലെ തന്നെ സ്വപ്നങ്ങളുമുണ്ട്. ഐ ആം ബോൺ വിത്ത് ഗ്രേറ്റ്നെസ്. ഞാൻ ജനിച്ചപ്പോൾ തന്നെ എന്നിൽ മഹത്വമുണ്ട്. ഐ ആം ബോൺ വിത്ത് കോൺഫിഡൻസ്. ഞാൻ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ജനിച്ചിട്ടുള്ളത്. ഐ ആം ബോൺ വിത്ത് വിങ്സ്. ഞാൻ ചിറകുകളോട് കൂടിയിട്ടാണ് ജനിച്ചിട്ടുള്ളത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര കഴിവുകളോട് കൂടിയിട്ടാണ് ഞാൻ ജനിച്ചിട്ടുള്ളത്. സോ ഐ ആം നോട്ട് മെൻ ഫോർ ക്രൗളിങ്. അതുകൊണ്ട് തന്നെ ഞാൻ എഴയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. ഐ ഹാവ് വിങ്സ്. എനിക്ക് ചിറകുകളുണ്ട്. ഐ വിൽ ഫ്ലൈ. ഞാൻ പറക്കും. ഐ വിൽ ഫ്ലൈ. ഞാൻ പറക്കും. ആൻഡ് ഫ്ലൈ. പിന്നെയും പറക്കും എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അത്രയും നല്ല വേർഡ്സ് വെച്ചിട്ടാണ് ആ ഒരു ക്വസ്റ്റ്യന് കലാം സാറ് ഉത്തരം കൊടുക്കുന്നത്. ഇതിന് ശേഷം വരുന്ന പാരഗ്രാഫ് നമ്മളുടെ
ഇപ്പോൾ നടക്കുന്ന ആ ഒരു ഓഡിയൻസിനോടുള്ളതാട്ടോ. നേരത്തെ ഉള്ളതൊക്കെ പഴയ ഒരു സ്റ്റോറി കലാം സാർ ഇവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമായിരുന്നു. ഇനി ഇവരോടുള്ളൊരു കമ്മ്യൂണിക്കേഷനാണ്. യങ് ഫ്രണ്ട്സ്, ലെറ്റ് മീ ഡിസ്കസ് വിത്ത് യു. യുവ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് പങ്കുവെക്കട്ടെ. ഹൗ യു ക്യാൻ ബി യുണീക്ക്, എങ്ങനെ നിങ്ങൾക്ക് യുണീക്ക് ആവാം, വ്യത്യസ്തമാവാം എന്നുള്ളത്. I have so far met 15 millions youth in a decade's time. ഒരു ദശാബ്ദങ്ങളിൽ ഞാൻ ഒരു 15 മില്യൺ യുവത്വങ്ങളെങ്കിലും കണ്ടിട്ടുണ്ടാവും. I learned every youth want to be unique, that is you. ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ യുവത്വങ്ങൾക്കും യുണീക്ക് ആവണം. ദാറ്റ് ഈസ് യു. ആ യുണീക്ക് ആയിട്ടുള്ളത് നിങ്ങളാവാം എന്ന് പറയുന്നത് കേട്ടോ. ബട്ട് ദ വേൾഡ് ഓൾ അറൗണ്ട് യു ഈസ് ഡൂയിങ് ഇറ്റ്സ് ബെസ്റ്റ് ഡേ ആൻഡ് നൈറ്റ് ടു മേക്ക് യു ജസ്റ്റ് എവ്രിബഡി എൽസ്. പക്ഷേ നിങ്ങളുടെ ചുറ്റുമുള്ള ആ ഒരു ലോകം നിങ്ങളെ രാവിലെയും രാത്രിയും ഒക്കെ ബെസ്റ്റ് ആക്കാൻ ശ്രമിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ടു മേക്ക് യു ജസ്റ്റ് എവ്രിബഡി എൽസ്. എല്ലാവരെ പോലെയും, ബാക്കിയുള്ള എല്ലാവരെ പോലെയും ആക്കാനാണ് ശ്രമിക്കുന്നത്. ഇൻ യുവർ ഹോം, ഡിയർ യങ് ഫെലോസ്, യു ആർ ആസ്ക്ഡ് ബൈ your parents to be like the neighbors children for scoring good marks. ഒരു എക്സാമ്പിൾ പറയണം. നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ പാരൻസ് നിങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ടാവുക? ആ നെയ്ബേഴ്സ് ആയിട്ടുള്ള നല്ല മാർക്ക് മേടിച്ചിട്ടുള്ള ആ കുട്ടീനെ പോലെ നീയും പഠിക്കണം എന്നുള്ളതായിരിക്കും നിങ്ങളുടെ പാരൻസ് നിങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ടാവുക. വെൻ യു ഗോ ടു സ്കൂൾ, യുവർ ടീച്ചർ സേസ് വൈ ഡോണ്ട് യു ബിക്കം ലൈക്ക് ദി ഫസ്റ്റ് 5 റാങ്കേഴ്സ് ഇൻ ദി ക്ലാസ്. അപ്പോൾ നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ നിങ്ങളുടെ ടീച്ചർ പറയുന്നത് എന്താണ്? ക്ലാസ്സിലെ ടോപ്പേഴ്സ് ആയിട്ടുള്ള 5 പേരെ പോലെ നിനക്കും ആയിക്കൂടെ എന്നാവാം. Wherever you go, people say you have to be somebody else or everybody else. എവിടെ പോയാലും, നിങ്ങൾ എവിടെ പോയാലും ജനങ്ങൾ നിങ്ങളോട് പറയുന്നതായിരിക്കും അവനെ പോലെ ആവ്, ഇവനെ പോലെ ആവ് എന്നുള്ള ആ ഒരു ടോക്കായിരിക്കും ഉണ്ടാവുക. Now dear young friends, how many of you would like to be unique yourself? എന്നിട്ട് കലാം സാർ ചോദിക്കുകയാണ്, ഓ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളിൽ എത്ര പേർക്ക് യുണീക്ക് ആവണം എന്നുള്ള ആഗ്രഹമുണ്ട് എന്ന് ഓഡിയൻസിനോട് ചോദിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയണം, the challenge, my dear young friends, is that you have to fight the hardest battle which any human beings can ever imagine, and never stop fighting until you arrive at your destined place, that is a unique you. ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ, മൈ ഡിയർ യങ് ഫ്രണ്ട്സ്, എൻ്റെ യുവ ഫ്രണ്ട്സ് സുഹൃത്തുക്കളെ, ഈസ് ദാറ്റ് യു ഹാവ് ടു ഫൈറ്റ് ദി ഹാർഡസ്റ്റ് ബാറ്റിൽ വിച്ച് എനി ഹ്യൂമൻ ബീങ് ക്യാൻ എവർ ഇമാജിൻ. ഏതൊരു മനുഷ്യനും ചിന്തിക്കാൻ പറ്റുന്നതിലപ്പുറമുള്ള ഒരു വലിയ ഒരു ബാറ്റിൽ, വലിയ ഒരു യുദ്ധമാണ് നിങ്ങൾ ജയിക്കേണ്ടത്, ഫൈറ്റ് ചെയ്യേണ്ടത്. ആൻഡ് നെവർ സ്റ്റോപ്പ് ഫൈറ്റിംഗ് അൺടിൽ യു അറൈവ് അറ്റ് യുവർ ഡെസ്റ്റിൻഡ് പ്ലേസ്. ഒരിക്കലും നിങ്ങളുടെ യുദ്ധം അവിടെ നിർത്തരുത്. നിങ്ങൾ എവിടെയാണോ എത്തിച്ചേരണം എന്ന് ആഗ്രഹിക്കുന്നത് അവിടെ എത്തിച്ചേരുന്നത് വരെ നിങ്ങൾ ആ ഫൈറ്റിംഗ് നിർത്തരുത് എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് എ യുണീക്ക് യു. അവിടെ ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു യുണീക്കായിട്ടുള്ളൊരു പ്ലേസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഒരു യുണീക്ക്നെസ് നിങ്ങൾക്ക് കാണാൻ പറ്റുക അവിടെയായിരിക്കും. അതായത് നിങ്ങൾ എത്തിച്ചേരണം എന്ന് വിചാരിക്കുന്ന ആ ഒരു പൊസിഷനിൽ നിങ്ങൾ എത്തിച്ചേരുന്നവരെ ഫൈറ്റ് ചെയ്യണം. ആ ഒരു പൊസിഷൻ ആണ് നിങ്ങളെ ബാക്കിയുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഇതാണ് കലാം സാറിൻ്റെ ഐ വിൽ ഫ്ലൈ എന്നുള്ള സ്പീച്ച്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ക്ലാസ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.